അതെ അതെ പറയാം. ഈ വിഷയത്തില് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ആ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിലും ലീഗൽ പെർസ്പെക്റ്റീവിലും തന്നെയാണ് ഈ വിഷയത്തെ ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ കോടതിയിൽ നടക്കുന്ന കേസാണ്. പരാതിക്കാരെ കുറിച്ച് ഞാൻ ഒരു കാര്യവും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കേസിനെ കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം. അത് ആത്യന്തികമായിട്ട് നിയമപരമായി എടുക്കുന്ന എന്ത് തീരുമാനമാണോ ആ തീരുമാനത്തെ അനുകൂലിക്കുവാനേ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും സാധിക്കുകയുള്ളൂ, എനിക്കും സാധിക്കുകയുള്ളൂ. അപ്പോ പക്ഷേ ഇത്തരത്തിൽ എവിടെയാണ് നമ്മളുടെ പ്രതിഷേധം ഉണ്ടായത് അത്രയും ചോദിച്ചാൽ അകാരണം ഇപ്പൊ സർ അതിജീവിതൻ എന്നൊരു വാക്കാണ് ശരിക്കും ഞാൻ ഉപയോഗിച്ചത്. ആ വാക്കിൽ തന്നെ എനിക്ക് സന്തോഷമുണ്ട്. രാഹുൽ ഈശ്വർ സാറാണ് ആ വാക്ക് ശരിക്കും ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആ വാക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. അപ്പോ അത്തരം ഒരു വാക്കിലൂടെ നമുക്ക് സമൂഹത്തിലെ ഡൗൺ റോഡനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പുരുഷന്മാരുണ്ട് എങ്കിൽ എൻറ്റയർ മെൻ കമ്മ്യൂണിറ്റി, മെൻ എന്ന് പറയുന്ന ഒരു എൻറ്റയർ ജെൻഡർ അങ്ങനെ ആയി തീർന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പൊ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഒരു ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളുടെ ശബ്ദം എല്ലാവർക്കും വേണ്ടി ഉണ്ടാകണം എന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്ക്. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ ജയിലിലെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ചില ചാനലുകൾ, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചില ചാനലുകൾക്ക് വ്യക്തമായ അജണ്ട ഉണ്ടെന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്ന ഭാഷ, ഈ കാര്യത്തെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ അവര് മുറിയെ കുറിച്ച് പറയുന്നത് പുൽപ്പായിൽ കിടക്കുന്നു എന്ന് പറയുന്നത്, കഴിക്കുന്ന തോരനും രസവും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്, ഇതൊക്കെ അവരുടെ ഉള്ളിലെ ആ പകയാണ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ രാഷ്ട്രീയ അജണ്ടയാണ്, അവരുടെ ഉള്ളിലെ ഒരു പക്ഷേ സാമ്പത്തിക അജണ്ട എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരില്ലേ. സോ വി നോ ഓൾ ദീസ് തിങ്സ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തലത്തിൽ ചിന്തിക്കേണ്ടിയും വരും. അത്തരത്തിൽ ഒരാൾ പറയും ഒരാളെ ചിത്രീകരിച്ച ആളിനെ ചീമുട്ട എറിയാൻ ശ്രമിക്കുമ്പോൾ അതിന് പ്രേരിപ്പിക്കുന്ന അരാഷ്ട്രീയതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതിന്റെ അധാർമികതയും അതിന്റെ ഈ പറയുന്ന രാഷ്ട്രീയപരമായ മാധ്യമ അജണ്ടയും ഒരുതരം സിൻഡിക്കേറ്റ് സ്വഭാവം ഒക്കെ കാണിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചോദിക്കും. ഇവിടെ എപ്പോഴും നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, രാഹുൽ തെറ്റുകാരനാണെങ്കിൽ നിയമപ്പെടട്ടെ, ആ സ്റ്റാൻഡിൽ നിന്ന് ഒരു അണുവിട പിന്നിലോട്ട് മാറാൻ ഞാനില്ല. അതെ, തെറ്റ് ചെയ്യപ്പെട്ട എല്ലാവരെയും എക്സ്പോസ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ധൈര്യം ഉണ്ടാകണം. എന്ത് തെറ്റാണോ ചെയ്തോ അത് മാത്രം എക്സ്പോസ് ചെയ്യാം. അതല്ലാതെ നിങ്ങളുടെ ഉള്ളിലെ അജണ്ട എക്സ്പോസ്ഡ് ആക്കാനായിട്ട് ശ്രമിക്കുന്നു, ഉറപ്പായിട്ടും പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഒരു കാര്യം കൂടി, അതിജീവിതന്റെ വാക്ക് അത് മാത്രം ശ്രീനാഥ് ദേവിയോട് പറയാനുള്ളത്, അത് മാത്രം നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇവിടെ രാഹുൽ ആണെങ്കിൽ മാത്രമേ എന്തിനും സ്കോപ്പുള്ളൂ, രാഹുൽ ആണെങ്കിൽ മാത്രമേ സ്ത്രീപക്ഷമുള്ളൂ എന്ന് പറഞ്ഞാൽ എതിർദിശയിൽ നിൽക്കുന്നത് കുറ്റാരോപിതൻ അത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ മാത്രമേ അവിടെ സ്കോപ്പുള്ളൂ, അവിടെ സ്ത്രീപക്ഷമുള്ളൂ, സ്ത്രീപക്ഷ രാഷ്ട്രീയമുള്ളൂ, അവിടെയേ പേപ്പട്ടികൾ കുരക്കാനുണ്ടാവുകയുള്ളൂ, ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ആർക്കും ഒന്നുമില്ല. ഇവിടെ ശ്രീനാഥ് ദേവി പറഞ്ഞതുപോലെ അജണ്ടകൾക്കപ്പുറം സാമ്പത്തിക അജണ്ട കൂടിയുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് വലിയൊരു കണ്ടന്റാണ്. അത് വ്യൂവർഷിപ്പിനെയും TRP റേറ്റിങ്ങിനെയും ഒക്കെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള അത്രമാത്രം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. PT കുഞ്ഞുമുഹമ്മദിനെതിരെ ആരോപണം വന്നിട്ട് അത് ഏറ്റുപിടിക്കാൻ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയക്കാരുണ്ടായിട്ടില്ല. അവിടെ ധാർമ്മികത പറയാൻ ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയക്കാരുണ്ടായിട്ടില്ല. അവിടെ ഒരു ചാനലുകൾക്കും അജണ്ടകൾ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അവിടെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല, ചർച്ചകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ രാഹുൽ മാങ്കൂട്ടമാണ് കുറ്റാരോപിതനെങ്കിൽ മാത്രം സ്ത്രീപക്ഷ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ഉറഞ്ഞു തുള്ളും, പേപ്പട്ടികൾ കുരക്കും, വേട്ടനായ്ക്കൾ കുരച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അത് ആ കാര്യത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ വലിയ അജണ്ടകളുണ്ട്, ഒരുപാട് അജണ്ടകളുണ്ട്, ഒന്നല്ല ഒരുപാട് അജണ്ടകളുണ്ട്. മനസ്സിലായില്ലേ? ഒന്നെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെത് ഊമ്പുക എന്നുള്ള അജണ്ടയാണ്. രണ്ടാമത്തെ അജണ്ട എന്ന് പറയുന്നത് സാമ്പത്തിക അജണ്ടയാണ്. മൂന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ തീർക്കണം എന്നുള്ള അജണ്ടയാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇവരൊക്കെ പാടുപെട്ട് പണിയെടുത്തിട്ടും ഇവർക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ ഈസിയായി സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം അയാൾക്കുള്ള വലിയ ഒരു സ്വീകാര്യതയുണ്ട്, ജനമനസ്സുകളിൽ അയാൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇവരെ എല്ലാവരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരാതിക്കാരിയുടെ ഭാഗങ്ങൾ മാത്രം പറയും. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നുകൂടി പൊടിപ്പും തുങ്ങലും വെച്ച് രാഹുലിനെ വലിയ വൈകൃതമുള്ളവനാക്കി മാറ്റും, രാഹുലിനെ വലിയ ക്രൂരതയുള്ളവനാക്കി മാറ്റും. അല്ലേ? ഇപ്പം ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഫെനി നൈനാൻ്റെ ഒരു പോസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്, റിനി ആൻഡ് ജോർജിനെതിരെ തെളിവുകൾ പുറത്ത് വിട്ടുകൊണ്ട്. ആ പോസ്റ്റിൽ ഫെനി നൈനാൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് ആ കാര്യം പറയുന്നത്? 2025 ഓഗസ്റ്റിൽ റിനി ആൻഡ് ജോർജ് ഈ പരാതിക്കാരിയെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു.
എന്ന് പറഞ്ഞാൽ ശ്രീനാദേവിയെ ബന്ധപ്പെട്ടതുപോലെ സാങ്കല്പിക പരാതിക്കാരിയാവാൻ അല്ലെങ്കിൽ സാങ്കല്പിക ഇരയാക്കാൻ ശ്രമം ശ്രീനാദേവിയോട് നടത്തിയിരുന്നു, പരാജയപ്പെട്ടു. അതുപോലെ തന്നെ 2026 ജനുവരിയിൽ രാഹുലിനെതിരെ പരാതി പറഞ്ഞ 3ാം പരാതിക്കാരിയെയും 2025 ഓഗസ്റ്റിൽ ബന്ധപ്പെട്ടിരുന്നു. ആര്? റിനി ആൻഡ് ജോർജ്. മനസ്സിലായില്ലേ? അപ്പോൾ അന്നൊന്നും പരാതി കൊടുക്കാൻ തയ്യാറാവാതെ 2026 വരെ അവർ വെയിറ്റ് ചെയ്തു നിന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ 2025 ഓഗസ്റ്റിൽ അവർക്ക് പരാതിക്കാരിയാവാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ 2026 ആയപ്പോൾ അത് താല്പര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇതിൻ്റെയൊക്കെ പിറകിൽ വലിയ ഗൂഢാലോചനയും വലിയ ഓഫറുകളും വലിയ സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആർക്കുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വാർത്താമാധ്യമങ്ങൾ, റിപ്പോർട്ടർ TV അടക്കമുള്ള എല്ലാ ചാനലുകളും ഇതിൽ ഒരേ രീതിയിലാണ്. അതിൽ ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ താല്പര്യങ്ങളുണ്ട്. അവർ ഈ രീതിയിൽ ഇപ്പോൾ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഈ പരാതി പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനടി അതിന് പൊടിപ്പും തുങ്ങലും വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ വലിയ ക്രൂരനാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊക്കെ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഇത് വലിയൊരു പ്ലാനിങ് ആയിരുന്നു. രാഹുലിനെ വീഴ്ത്തുക എന്ന് പറയുന്നത് വലിയ സംഘത്തിൻ്റെ പ്ലാൻ ആയിരുന്നു. ആ സംഘത്തിൻ്റെ പ്ലാനിൽ 1ഉം 2ഉം പരാതിയിൽ രാഹുലിനെ തൊടാൻ കഴിയാതെ വന്നപ്പോഴാണ് 3ാമത്തെ പരാതി ഉണ്ടാക്കിയത്. അങ്ങനെയാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തതും. പക്ഷേ ഈ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സമ്മിശ്ര പ്രതികരണമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ടായത്. പക്ഷേ അറസ്റ്റ് നടന്നതോടുകൂടി അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന ഒരു പ്രതികരണമായി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനായി ഒരു രാഷ്ട്രീയ സാഹചര്യമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അതുകൊണ്ട് ഈ പണിയെടുത്തതൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരി, ശരി തന്നെ. പക്ഷേ വൈകുന്നേരമായപ്പോഴാണ് ഈ വെള്ളം കോരിയെ തൊട്ടി വൈകുന്നേരമായപ്പോഴാണ് കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഈ ഓട്ടത്തൊട്ടിയിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരിയത് എന്ന്. അറസ്റ്റോടു കൂടി അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, അയാളുടെ സ്റ്റാർഡം, അയാളുടെ സ്വീകാര്യത, അയാളുടെ അക്സെപ്റ്റൻസ് അത് വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ പറയുന്ന രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു, രാഹുലിനെ അറസ്റ്റ് ചെയ്തു, രാഹുലിനെ തെളിവെടുപ്പ് നടത്തി. ഇതിനൊക്കെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമാകുന്ന പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നല്ലോ. അതൊക്കെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? നിങ്ങൾ കണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന ഒരു ഹോട്ടലിലെ തെളിവെടുപ്പിൽ അവിടുത്തെ രജിസ്റ്ററിൽ കണ്ട കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഫെനി നൈനാൻ പുറത്തു വിട്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ അതും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്നതാണ്. വീണ്ടും ഫെനി നൈനാൻ പുറത്തു വിട്ടിരിക്കുന്ന ചില തെളിവുകൾ അതും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഈ ചർച്ച ചെയ്യുന്ന ആളുകൾ പരാതിക്കാരിയുടെ പരാതി ചർച്ച ചെയ്യും, പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ചർച്ച ചെയ്യും, പോലീസിൻ്റെ വാദങ്ങൾ ചർച്ച ചെയ്യും. ഇതിനൊക്കെ അവരുടേതായ പൊടിപ്പും തുങ്ങലും വെച്ച് വീണ്ടും അതിനെ എരിവും പുളിയും മുളകുമൊക്കെ ഉള്ളതാക്കി മാറ്റുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അജണ്ടകൾ തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നതും ഈ അജണ്ടകളെ തന്നെയാണ് നമ്മൾ തുറന്നു കാണിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ. ഓരോന്നിനും ഓരോ തെളിവുകൾ ഉള്ളവരുടെ വാക്കുകളും അവരുടെ വെല്ലുവിളികളുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നത് വലിയ അജണ്ടകളാണ്, വലിയ വേട്ടയാടലുകളാണ്. ഇതിന് പിന്നിൽ കൂടെ കടന്നുകൊടുത്തവരുടെ കൈകൾ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് തുറന്നു കാണിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു അജണ്ടകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപ്പിലാക്കിയവരുടെ കൂട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളുമുണ്ട്. അവർക്ക് പല രീതിയിലുള്ള അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ടകൾ ഒരു പക്ഷേ അവർ CPMൻ്റെ സഖാക്കളുടെ പിണറായി വിജയൻ്റെ PR ടീമായിട്ട് വർക്ക് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു അജണ്ടയുണ്ട്. മറിച്ച് സാമ്പത്തികമായ അജണ്ടകളുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടം കണ്ടന്റിന് ലഭിക്കുന്ന സ്വീകാര്യത മറ്റു വിഷയങ്ങൾക്ക് ഇവർക്ക് ആർക്കും ലഭിക്കുന്നില്ല.
അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇവർ തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ ആരെയെങ്കിലും സമീപിച്ച് രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി വലിയ പ്രതികരണങ്ങളും വെളിപ്പെടുത്തലുകളും സ്റ്റോറികളും തലക്കെട്ടുകളും സൃഷ്ടിക്കുവാനുള്ള തത്രപ്പാടുകൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും. കാരണം രാഹുൽ അങ്ങനെ ഒരുത്തനെയും ആരെയും പീഡിപ്പിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അത് ചെയ്യുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാവുന്നത്. അതിനപ്പുറം നടന്നിരിക്കുന്നതൊക്കെ അവിഹിതങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അവിഹിതത്തിനെന്താ പ്രശ്നം? അവിഹിതം നമ്മൾ അവിഹിതങ്ങളെ കുറ്റകൃത്യമായി നമ്മൾ കാണുമ്പോൾ അവിടെ രണ്ടുപേരും കുറ്റക്കാരാണ് എന്നുള്ളതാണ്. ഒരാൾ മാത്രമായിട്ട് അവിടെ കുറ്റക്കാരനാവുന്നില്ല. അവിഹിതമാണ് പ്രശ്നമെങ്കിൽ അവിഹിതത്തിൽ രണ്ടുപേർക്കും ഒരുപോലെയാണ് പങ്കാളിത്തം. അവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രമായി കുറ്റക്കാരനാവുന്നില്ല. ഇതാണ് നമ്മളുടെ ഭാഗം. ഇവിടെ ഇതൊക്കെ ഈ പരാതി കൊടുത്തവർക്ക് പോലും വ്യക്തമായ ബോധ്യമുള്ള കാര്യങ്ങളാണ്. രാഹുൽ ആരെയും കയറി പിടിക്കുകയോ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയോ കൈകാലുകൾ ബന്ധിച്ച് പീഡിപ്പിക്കുകയോ ഇതൊന്നും രാഹുൽ നടത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? അതൊക്കെ സമ്മതപ്രകാരം ചില അവിഹിതങ്ങൾ, ചില വ്യഭിചാരങ്ങൾ നടന്നു. അതിനെ പിന്നീട് പലരുടെയും ഓഫറുകൾ കണ്ട്, പലരുടെയും ആവശ്യപ്രകാരം, പലരുടെയും നിർദ്ദേശപ്രകാരം ഇതിനെയൊക്കെ പീഡനമാക്കി മാറ്റി, ബലാത്സംഗമാക്കി മാറ്റി ഒരു പരാതി എഴുതി നൽകി. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പരാതി എഴുതി നൽകാൻ കൂടുതൽ തെളിവുകളുടെയോ കൂടുതൽ കാര്യങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. ആ പരാതി ഉണ്ടായാൽ മതി. അവിടെ നടന്നത് പീഡനമാണോ ബലാത്സംഗമാണോ എന്നൊക്കെ പിന്നെ തെളിയിക്കേണ്ടത് പുരുഷന്റെ ബാധ്യതയായി മാറുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും തെളിയിക്കാൻ വലിയ പ്രശ്നങ്ങളില്ല. അയാളുടെ കയ്യിൽ ഈ സ്ത്രീകൾ നടത്തിയ ബന്ധങ്ങളുടെ ആഴങ്ങൾ തന്നെ ധാരാളമുണ്ട് തെളിവുകളായിട്ട്. ആ കൂട്ടത്തിൽ ഈ പരാതിക്കാരൊക്കെ പറയുന്നത് അവിടെയാണ് ഇവർക്ക് തെറ്റിപ്പോകുന്നത്. ഇതൊക്കെ ഒരാളുടേതാണെന്ന് പറയാൻ പരാതി കൊടുത്ത പരാതികളിൽ അത്രയും പറയുന്നു ആദ്യ കൂടിക്കാഴ്ച തന്നെ പീഡനമായി. എന്നാൽ ഇപ്പുറത്ത് നിന്ന് ഈ സ്ത്രീ സംരക്ഷകരായി എഴുന്നള്ളുന്ന റിനി ആർ ജോർജിനെ പോലെയുള്ള ആളുകൾ പറയുന്നു പരിചയപ്പെട്ട 24 മണിക്കൂറിനകം തനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന്. പക്ഷേ ഇരുന്ന പിന്നെ ഇവർക്ക് ഞങ്ങൾ ആദ്യമൊന്നും പീഡിപ്പിച്ചില്ല, കുറേ ഇപ്പുറം അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ടൈം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇവരത് ആരോ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ്, ആദ്യം തന്നെ പീഡിപ്പിച്ചു. പക്ഷേ ഈ ആദ്യ കൂടിക്കാഴ്ച തന്നെ പീഡനമായ ആളുകൾ പിന്നീട് രാഹുലിനെ കൊണ്ടു നടക്കുകയും ടെലഗ്രാം സീക്രട്ട് ചാറ്റിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയും അവിടെ നിന്ന് തുറന്നു കാണിച്ചു കൊടുക്കുകയും അപ്പുറത്തുള്ള ചില ആളുകൾ ഗൾഫിലേക്ക് കൊണ്ടുപോയി അവിടെ ദിവസങ്ങളോളം കൂടെ കിടക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവുമായി എന്നുള്ളതാണ്. അപ്പോൾ രാഹുലിന് ഇതൊക്കെ തെളിയിക്കാൻ വളരെ ഈസിയാണ്. കാരണം എല്ലാ പരാതിയിലും എന്തോ ഒരു പൊട്ടത്തരം പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ ആരോപണങ്ങളിലും എല്ലാവരും പറയുന്നത് ആദ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ തന്നെ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇവരൊക്കെ അത് കഴിഞ്ഞും രാഹുലിൻ്റെത് ഊമ്പാൻ നടക്കുകയായിരുന്നു എന്നുള്ളതാണ്.